പ്രിയ കേരളത്തിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവകേരള സദസ്സുകൾ ജനാധിപത്യ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരാതികൾ സ്വീകരിച്ചും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ചും ജനക്കൂട്ടങ്ങൾക്കൊപ്പം ചേർന്നും ജനാധിപത്യത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകുന്ന യാത്ര. ആ യാത്ര എറണാകുളം, ഇടുക്കി ജില്ലകൾ പിന്നിടുമ്പോഴുള്ള വിശേഷങ്ങളാണ് ഇന്നാദ്യം പ്രിയ കേരളം പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തെ നാടിന്റെ വികസന മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ നവകേരള സദസ്സിലൂടെ അടയാളപ്പെടുത്തുന്നത്. നടക്കില്ലെന്ന് കരുതി പലരും കൈയൊഴിഞ്ഞ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയും നഷ്ടത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയും സ്കൂളുകളും ആശുപത്രികളും റേഷൻ കടകളും സർക്കാർ ഓഫീസുകളും നവീകരിച്ചും സേവനങ്ങൾ സ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറ്റിയും ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയും സൈബർ സുരക്ഷ ഉൾപ്പെടെ ക്രമസമാധാന പാലനം ഉറപ്പാക്കിയും വിഴിഞ്ഞം തുറമുഖം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത വികസനം എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കിയും ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ നവകേരളം സൃഷ്ടിക്കാനുള്ള സർക്കാർ പരിശ്രമങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ നേർക്കാഴ്ചയാണ് ഓരോ മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സുകൾ. നാടിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കടക്കേണ്ട വെല്ലുവിളികൾ വിശദീകരിച്ചും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ഭാവി പദ്ധതികൾ വ്യക്തമാക്കിയുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ മണ്ഡലങ്ങളിലും എത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിന്റെ ഭാവി വികസനമാണ് പ്രധാനം എന്ന സന്ദേശം കൂടിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഏത് പ്രദേശം, അവിടുത്തെ MLA ആര് എന്നൊന്നുമല്ല നോക്കുന്നത്. വികസനം ആവശ്യമുണ്ടോ, അതെവിടെയായാലും അവിടെ വികസനം എത്തുക. അതാണ് ഞങ്ങൾ പറഞ്ഞ സർവതല സ്പർശിയായ വികസനം. എല്ലാവരും വികസനത്തിന്റെ സ്വാദറിയുക, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം. ഈ മണ്ഡലത്തിലെ കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന 16 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എത്രയാ അതിന് തുക? 2642 കോടി 82 ലക്ഷം രൂപ. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 1250-ൽ വീടുകളാണ് ഇതുവരെ ആലുവ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചത്. മണ്ഡലത്തിലെ 553 അതിദാരിദ്ര്യ കുടുംബങ്ങളുള്ളതിൽ 258 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയ സർക്കാർ 2025 നവംബർ 1 കേരളത്തെ പൂർണ്ണമായും അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ്. പ്രതിസന്ധികൾക്കിടയിലും കേരളം വളർച്ചയുടെ പാതയിൽ തല ഉയർത്തി മുന്നോട്ടു പോവുകയാണ്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിലെ വർധന ശുഭസൂചകമാണ്. 2022-23 സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 23.36% വർദ്ധിച്ചു. 2021-22 ഇത് 22.41%. ഞങ്ങൾക്ക് ഈ നാടിന്റെ മുന്നേറ്റമാണ് പ്രധാനം. ഓരോ മേഖലയുടെയും മുന്നോട്ടുള്ള യാത്രയാണ് പ്രധാനം. അത് ഇന്നത്തെ തലമുറക്ക് വേണ്ടി മാത്രമല്ല, നാളത്തെ തലമുറക്ക് വേണ്ടിയാണ്, ഭാവി തലമുറക്ക്. ആ ഭാവി തലമുറയുടെ മുന്നിൽ നാം കുറ്റക്കാരായിക്കൂടാ. തനത് വരുമാന സ്രോതസ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ബദൽ വികസന മാതൃകകൾ തീർത്ത് കേരളം മുന്നേറുകയാണ്. വൈപ്പിൻ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാട്ടർ മെട്രോയിൽ യാത്ര നടത്തിയത് കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ നേർസാക്ഷ്യമായി. 7 മാസം പിന്നിട്ട കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഇതുവരെ 12.5 ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട വാട്ടർ മെട്രോ സർവീസ് വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ടെർമിനലുകളുടെ നിർമ്മാണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. 1136.83 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി കൊച്ചിയിലെ വിവിധ ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിനുള്ള പരിഹാരമാകുന്നതിനൊപ്പം വലിയ തോതിൽ
ടൂറിസം സാധ്യതകളെ വളർത്തും. കൊച്ചി മെട്രോ റെയിലിന് സമാനമായ എല്ലാ സൗകര്യങ്ങളും ലോകത്തിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോയിലുണ്ട്. എറണാകുളത്തിന്റെ മണ്ണിൽ നിന്നും നവകേരള സദസ്സ് ഇടുക്കിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മലയോര ജനത മനസ്സോട് ചേർത്താണ് ജനപ്രതിനിധികളെ സ്വീകരിച്ചത്. ഐക്യമുള്ള നാടിന് ഒന്നും അസാധ്യമല്ലെന്നും തകർന്നടിയുമെന്ന് ലോകം മുഴുവൻ കരുതിയ സമയത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റവരാണ് മലയാളികൾ എന്നുമുള്ള സന്ദേശം പകർന്നുകൊണ്ടാണ് നവകേരള സദസ്സ് മല കയറിയത്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അതിന്റെ എല്ലാവിധ ഭരണ സംവിധാനങ്ങളോടുമൊപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ജനക്ഷേമം മുൻനിർത്തി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ല, ഇനി വിഭാവനം ചെയ്യേണ്ടുന്ന പദ്ധതികൾ ജനങ്ങളിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കാൻ കൂടി നടത്തുന്ന നവകേരള സദസ്സ് ലോകത്തിന് തന്നെ മാതൃകയാണ്. എല്ലാ വേദികളിലും ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും നിവേദനം സമർപ്പിക്കുന്നതിന് പ്രത്യേക കൗണ്ടറുകളും കുടിവെള്ളം, ടോയ്ലറ്റ്, ഗതാഗത സൗകര്യം, പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കുന്നു. ഓരോ നവകേരള സദസ്സിന്റെയും വേദികളോട് ചേർന്ന് നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കുന്ന 20 കൗണ്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ 4 ലക്ഷത്തോളം പരാതികളാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ചത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ടവരുടെ അഭിപ്രായവും വികസന നവകേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ ആദ്യ പ്രഭാതയോഗം നടന്നത്. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാലുടൻ കേരളയിലുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുവാനും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാനുമായി സംസ്ഥാനത്തുടനീളം നമ്മുടെ ജനപ്രതിനിധികൾ നടത്തുന്ന യാത്ര തെക്കൻ ജില്ലകളിലേക്ക് കടക്കുകയാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തുറന്ന മനസ്സുമായി നമ്മുടെ സർക്കാർ നടത്തുന്ന നവകേരള സദസ്സുകൾ പുതിയ ജനാധിപത്യ സംസ്കാരത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായങ്ങളോടാണ് കേരളത്തിന് എന്നും പ്രിയം. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് IT സോഫ്റ്റ്വെയർ അനുബന്ധ വ്യവസായങ്ങൾ. ഇന്ന് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ ലോകമറിയുന്നത് സോഫ്റ്റ്വെയർ വ്യവസായങ്ങളുടെ ഹബ്ബായാണ്. തിരുവനന്തപുരത്തിന് കൂടുതൽ അഭിമാനിക്കാൻ ഒരു നേട്ടം കൂടി സ്വന്തമായിരിക്കുന്നു. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പ്രിയ കേരളം കടക്കുന്നത്. 1994 രാജ്യത്തെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് സംസ്ഥാനത്തിന്റെ IT വ്യവസായത്തിന് കരുത്തു പകർന്നത്. ടെക്നോ പാർക്കിന്റെ പ്രവർത്തനം 3 ദശകങ്ങൾ പിന്നിടുമ്പോൾ തലസ്ഥാന നഗരത്തെ തേടി ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി എത്തിയിരിക്കുകയാണ്. പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസിയായ BCI ഗ്ലോബൽ നടത്തിയ പഠനത്തിൽ നൂതന വ്യവസായങ്ങൾക്കും സോഫ്റ്റ്വെയർ നിർമ്മാണ വ്യവസായങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ലോകത്തിലെ 24 സ്ഥലങ്ങളിലൊന്നായി നമ്മുടെ തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ കടന്നുവന്ന തിരുവനന്തപുരത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ കടന്നുവരാൻ ഈ റാങ്കിംഗ് സഹായകമാകും. മികച്ച കണക്ടിവിറ്റിയും ജീവിത നിലവാരവും കുറഞ്ഞ ജീവിത ചെലവുമെല്ലാം തിരുവനന്തപുരത്തിന് അനുകൂലമായ ഘടകങ്ങളായി BCI ഗ്ലോബൽ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്ത് തന്നെ തിരുവനന്തപുരത്തിന് പുറമെ കൊൽക്കത്ത മാത്രമാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സും ഈ മൾട്ടിനാഷണൽ കമ്പനീസും അവർ നോക്കുന്നത് ടയർ 1 സിറ്റീസിൽ നിന്ന് ടയർ 2 സിറ്റീസിലോട്ട് പോകാനുള്ളതാണ് നോക്കുന്നത്. സോ അതിനകത്ത് കുറേ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഷുഡ് ബി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. പിന്നെ ഒരു നല്ലൊരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കാണണം ഫോർ കൊലാബറേഷൻ ആൻഡ് ഓൾ. ആൻഡ് പിന്നെ മൊബിലിറ്റി നല്ലതായിരിക്കണം. ബി ഇറ്റ് റെയിൽ, റോഡ്, സീ, എയർ, ഇങ്ങനത്തെ മൊബിലിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലതായിട്ടിരിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ടാലൻറ്റ് പൂളിൻ്റെ അവൈലബിലിറ്റി കാണണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, ആൻഡ് നല്ല ഗവർണൻസ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി ഫീൽ ദാറ്റ് ഓക്കെ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി ബോത്ത് ആർ എമർജിംഗ് ടെക്നോളജി ഹബ്സ്.
അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട്, ഈ BCA ഗ്ലോബലിൻ്റെ റിപ്പോർട്ട് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് ഇങ്ങനത്തെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ അതൊരു ഗ്ലോബൽ റഡാറിൽ വരും. അപ്പോൾ നല്ലൊരു മാർക്കറ്റബിലിറ്റിയാണ്, നല്ലൊരു ഔട്ട്റീച്ചാണ് ഇത് ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരുന്നത്. കേരള യുവതിയുടെ കാഴ്ചപ്പാടുകളെ തന്നെ പുനർനിർവചിച്ച ചരിത്രമാണ് ടെക്നോ പാർക്കിനുള്ളത്. 1994 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ടെക്നോ പാർക്കിന്റെ സുസ്ഥിര വളർച്ചാ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 4 ഫേസുകളിലും കൊല്ലത്ത് സാറ്റലൈറ്റ് ക്യാമ്പസിലുമായി 480-ലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 70,000-ലധികം ആളുകൾ പ്രത്യക്ഷമായും 2 ലക്ഷത്തിലധികം ആളുകൾ പരോക്ഷമായും ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. ടെക്നോ പാർക്കിന്റെ വളർച്ച പണ്ട് മുതലേ കണ്ടു വളർന്നവരാണ് നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നിട്ട്. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും പുറത്തുപോയി വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് വളരെ കുറവ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നപ്പോൾ വന്ന് ജോയിൻ ചെയ്തതാണ്. അവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ പുതിയ പുതിയ കമ്പനീസ് വരുന്നുണ്ട്, ഇനിയും പുതിയ കമ്പനീസ് വരണം. അത് മാത്രമല്ല, കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ഓപ്ഷനും പിന്നെ ഹൈബ്രിഡ് മോഡും കമ്പനിയിൽ വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനിയും വളരട്ടെ, ഇനിയും മുന്നേറട്ടെ ടെക്നോ പാർക്കിന് ആഗ്രഹിക്കുന്നുണ്ട് വളരെ. ഫ്യൂച്ചറിൽ നമ്മുടെ യങ്ങർ ജനറേഷൻസ് പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനും നമ്മളിവിടെ ഇരിക്കുന്ന മിക്കവരും പുറത്ത് എബ്രോഡ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് കുറവായിരുന്നു. പക്ഷേ ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അത് ഇനിയും അങ്ങോട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഭാവിയിലും നമ്മുടെ അടുത്ത് വരുന്ന ജനറേഷൻ നാട് വിട്ടു പോവാതെ നാട്ടിൽ തന്നെ നിൽക്കാനും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അത് വളരെ സന്തോഷമുണ്ട് അതിങ്ങനെ കിട്ടിയ ഈ ഒരു റാങ്കിങ്ങിൽ വന്നതും. ഇനി അങ്ങോട്ട് കൂടുതൽ നല്ല നല്ല റെക്കഗ്നിഷൻസ് ടെക്നോ പാർക്കിന് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. 760-ലധികം ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ടെക്നോ പാർക്കിന് 1 കോടി സ്ക്വയർ ഫീറ്റിലധികമുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് സ്വന്തമായിട്ടുള്ളത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 41 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിന്റെ അധിക ലഭ്യത ഉറപ്പുവരുത്താനും അവിടേക്ക് പുതിയ കമ്പനികളെ കൊണ്ടുവരുവാനും ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ട വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നു. If you see just ഈ ഗേറ്റിന്റെ ഇപ്പുറത്ത്, if you come, there are like always like all the young people or the people who work, they അവിടെ എല്ലാവരും ഇവിടെ they just roam around, they come work. അപ്പോൾ it's part of a culture and I want that also to be a culture of Trivandrum. See, if ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം നമ്മുടെ ട്രിവാൻഡ്രത്ത് പുതിയ പുതിയ പ്രോജക്ട്സ് വരുന്നു, അതിൽ കുറേ യങ്സ്റ്റേഴ്സിന് ജോലി കിട്ടുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തിന്റെ എക്കോണമി തന്നെ കുറച്ചും കൂടി ഇമ്പാക്ട് ചെയ്യും. ആൻഡ് സ്റ്റേറ്റ് വൈഡ് ഓൾസോ നമ്മുടെ ട്രിവാൻഡ്രത്തിന് നല്ല റെക്കഗ്നേഷൻ കിട്ടി. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ഐ വിഷ് all the best, and also I assume like there will be many more opportunities for our youngsters. ടെക്നോ പാർക്ക് ഫേസ് 4-നോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് ദേശീയ പാതയോട് ചേർന്ന് 390 ഏക്കറിൽ സജ്ജമാകുന്ന ടെക്നോ സിറ്റിയാണ് കേരള IT-യുടെ ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനവും ഇവിടമാണ്. ഇവിടെ ഡിജിറ്റൽ സയൻസ് പാർക്കിങ്ങിനും തുടക്കമായി കഴിഞ്ഞു. സൺടെക് ക്യാമ്പസും ടെക്നോ പാർക്കിന്റെ ക്വാഡ് എന്ന സമഗ്ര നഗര സമുച്ചയ പദ്ധതിയും ഇവിടെയാണ് പൂർത്തിയാവുക. 2025 പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ക്വാഡ് സമഗ്ര നഗര പാർക്ക് സമുച്ചയം ടെക്നോ പാർക്കിന്റെ സ്വപ്ന പദ്ധതിയാണ്. IT അനുബന്ധ കമ്പനികൾക്കു വേണ്ടി 2 കെട്ടിട സമുച്ചയങ്ങൾ, 1 പാർപ്പിട സമുച്ചയം, 1 വാണിജ്യ സമുച്ചയം എന്നിങ്ങനെ 4 സമുച്ചയങ്ങൾ അടങ്ങുന്നതാണ് ക്വാഡ്. തിരുവനന്തപുരത്തെ സംസ്ഥാനത്തിന്റെ IT ഹബ്ബാക്കി മാറ്റാൻ ടെക്നോ പാർക്കിനൊപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ, IT മിഷൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ICT അക്കാഡമി, സീഡിറ്റ് തുടങ്ങി 12ഓളം അനുബന്ധ സ്ഥാപനങ്ങൾ കൂടി പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ടെക്നോ സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ്. എന്നാൽ അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ഹബ്ബായിട്ടാണ് അത് ഇവോൾവ് ആകുന്നത്. നമ്മുടെ നേരത്തെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IT ബിൽഡിംഗ് കമ്പനി അവിടെ തന്നെ ഉണ്ട്. TCSന്റെ ഒരു വലിയൊരു സ്ഥാപനം അവിടെ വരുന്നുണ്ട്. അവിടെ ഒരു ITS ഹബ്ബായിട്ട് ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺടെക്കിൻ്റെയും അവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേരത്തെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്വാഡിൻ്റെ പ്രൊജക്റ്റും കൂടെ വരുമ്പോൾ അതൊരു അടുത്ത 3 വർഷത്തിനകം
ഈ 2 IT ബിൽഡിങ്സ് റെഡിയാകുന്നുള്ളൊരു ഇത് വെച്ചാണ് നോക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഓഫറിംഗ് അറൗണ്ട് 16 lakh സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് സ്പേസ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പോൾ ഈ സ്ഥലത്ത് തന്നെയാണ് മറ്റ് ഉള്ള പ്രൊജക്ട്സും വരുന്നത്, ലൈക്ക് സ്പേസ് പാർക്ക് വരുന്നതും MSME സെൻറ്റർ വരുന്നതും, അതുപോലെ തന്നെ ഒരു യൂണിറ്റി മോളിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതും അവിടെ തന്നെയാണ് വരുന്നത്. അപ്പം ഏറ്റവും വലിയ ലാൻഡ് പാർസൽ ടെക്നോ പാർക്കിൻ്റെ ഇപ്പം ടെക്നോ പാർക്ക് ഫേസ് 4 തന്നെയാണ്. സോ ദാറ്റ് ഈസ് വൈ അതൊരു ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്വാഡ് പ്രൊജക്റ്റ് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു ഫീൽ മാറും. IT മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ശാരീരിക മാനസിക ക്ഷേമം ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്നുവെന്നത് ടെക്നോ പാർക്കിനെ വ്യത്യസ്തമാക്കുന്നു. വർക്ക് നിയർ ഹോം, വർക്ക് സ്റ്റേഷൻ തുടങ്ങിയ നവീന ആശയങ്ങൾ നടപ്പാക്കാനും കേരളത്തിന്റെ ഹരിത ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ജോലി ചെയ്യുക, ഇടവേളകൾ ആസ്വദിക്കുക എന്ന നവീന ആശയം പ്രചരിപ്പിക്കാനും ഇന്നു ടെക്നോ പാർക്ക് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്കും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പസിൽ എനിക്കും വർക്ക് ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് ഒരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എൻവയറമെന്റ് ആണ്, ഒരു എക്കോസിസ്റ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. വർക്ക് ലൈഫ് ബാലൻസും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് പരിപാടികളും ഒക്കെ ഇവിടെ എന്നും നമ്മളെ ആക്റ്റീവായിട്ട് തന്നെ വെക്കുന്ന ഒന്നാണ്. 4ാം വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഡിജിറ്റൽ IT സാങ്കേതിക വിദ്യാ മേഖല നാൾക്കുനാൾ പുതിയ തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെയുമെല്ലാം സാധ്യതകൾ നിരന്തരം നമ്മുടെ തൊഴിലിടങ്ങളിൽ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത്. BCI ഗ്ലോബൽ റാങ്കിങ്ങിൽ തിരുവനന്തപുരം നേടിയ സ്ഥാനം വരും നാളുകളിൽ കൂടുതൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് തിരുവനന്തപുരത്തേക്ക് ചേക്കേറാനുള്ള പ്രചോദനമാകുമെന്ന് നിസ്സംശയം പറയാം. വേഗതയേറിയ കാലത്തിനൊത്ത് വേഗതയേറിയ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ കൊച്ചിയെ ബന്ധിപ്പിക്കാൻ ഒരുക്കിയ പദ്ധതിയാണ് കൊച്ചി മെട്രോ. വികസനത്തിന്റെ പാതയിലൂടെ കേരളം മുന്നോട്ടു പോകുമ്പോൾ അതിനൊപ്പം മെട്രോ ശൃംഖലയും വളരുകയാണ്. ഇനി ആ കാഴ്ചകളിലേക്ക് പോകാം. കേരളത്തിന്റെ സാമ്പത്തിക വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായി അറിയപ്പെടുന്ന കൊച്ചിയിൽ 30 ലക്ഷത്തിലധികം പേരാണ് താമസിക്കുന്നത്. വ്യവസായ പാർക്കുകളും IT പാർക്കുകളും നിരവധി കമ്പനികളും ഫാക്ടറികളും പ്രവർത്തിക്കുന്ന കൊച്ചിയിൽ ജനങ്ങൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാ പ്രശ്നങ്ങളും. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി 2016 കൊണ്ടുവന്ന പദ്ധതിയാണ് കൊച്ചി മെട്രോ. ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നത് വഴി മികച്ച ജീവിത സാഹചര്യമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റുക എന്നതാണ് കൊച്ചി മെട്രോ ലക്ഷ്യം വയ്ക്കുന്നത്. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ്. ആദ്യഘട്ടത്തിലെ ടെർമിനൽ സ്റ്റേഷനായ തൃപ്പൂണിത്തറയിലേക്കുള്ള ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് കൊച്ചി മെട്രോ. തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോകുന്ന കൊച്ചിക്ക് ഇന്ന് മെട്രോ ഒഴിച്ചുകൂടാനാകാത്ത ശീലമാണ്. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇന്ന് കൊച്ചിയിൽ മെട്രോയെ ആശ്രയിക്കുന്നത്. രാത്രിയും പകലും നിറയെ യാത്രക്കാരുമായി മെട്രോ പായുകയാണ്, ഇടതടവില്ലാതെ. ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള 25 സ്റ്റേഷനുകൾ വഴി 28.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോ പിന്നിടുക. നഗരത്തിന്റെ പുതിയ മെട്രോ സ്റ്റേഷൻ സുഗമമായ യാത്രയ്ക്കുള്ള പുതിയ ഒരു അധ്യായം കൂടി തുറന്നുകൊടുക്കുകയാണ്. തൃപ്പൂണിത്തറയിൽ നിന്നും മറ്റു മേഖലകളിലേക്ക് ഭാവിയിൽ മെട്രോ ലൈൻ ദീർഘിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനും പ്ലാറ്റ്ഫോമുകളും നിർമ്മിച്ചിരിക്കുന്നത്. മെട്രോയെ പോലുള്ള സൗകര്യങ്ങൾ എല്ലാ സിറ്റിയിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് കൊച്ചിയെ പോലുള്ള സിറ്റിയിൽ ഇപ്പോഴത്തെ മെട്രോ തൃപ്പൂണിത്തറയിൽ നിന്നും കാക്കനാട്ടേക്കും ആലുവയിൽ നിന്ന് എയർപോർട്ട് വഴി അങ്കമാലി വരെ നീട്ടണം എന്നുള്ളതാണ്
എൻ്റെ അഭിപ്രായം. ഇത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് മെട്രോ ട്രാവൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം വണ്ടി ഉണ്ടെങ്കിൽ ബസ്സിനാണെങ്കിലും റോഡിൻ്റെ ഇപ്പോഴത്തെ ബ്ലോക്കും കൺജഷനൊക്കെ ഒഴിവാക്കിയിട്ട് മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്കൊരു ഡെസ്റ്റിനേഷനിലെത്താൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടിംഗ് ആണ് മെട്രോ ട്രാൻസ്പോർട്ടിംഗ് പറയുന്നത്. സാധാരണ സ്കൂൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ് ഭയങ്കര വിലയായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെ ലൈൻ ബസ് പിടിച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷേ ലൈൻ ബസ് ഭയങ്കര തിരക്കും ട്രാഫിക്കും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മെട്രോ പിടിക്കുകയാണ്. മെട്രോനകത്ത് മന്ത്ലി പാസ് ചെയ്യാൻ എടുക്കും. മന്ത്ലി പാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിലവ് കുറവാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടിലെത്താനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഇത് എനിക്ക് എന്തുകൊണ്ടും ലാഭമാണ്. റെയിൽ, റോഡ്, ജലഗതാഗത സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മെട്രോ സംവിധാനമെന്ന സവിശേഷതയും കൊച്ചി മെട്രോ പദ്ധതിക്കുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് തന്നെ നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോ ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു അഭിമാന പദ്ധതിയാണ്. ഉദ്ഘാടനം ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ 12 ലക്ഷത്തിലധികം യാത്രക്കാരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിരിക്കുന്നത്. 10ഓളം ദ്വീപുകളെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ വാട്ടർ മെട്രോ ദ്വീപ് നിവാസികൾക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നു. മാത്രമല്ല, പ്രദേശവാസികൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളും വ്യാപാര ടൂറിസം മേഖലയുടെ വളർച്ചയും ഉറപ്പാക്കുന്നു. ഇതോടൊപ്പം തന്നെ ഭാവിയിൽ നേരിടേണ്ടിവരുന്ന ഇന്ധനക്ഷാമത്തിനും മലിനീകരണത്തിനും തടയിടാനും മെട്രോ സംവിധാനങ്ങൾ നമ്മെ സഹായിക്കുകയാണ്. ഇവിടുത്തെ മെട്രോ സർവീസ് സൂപ്പർ. ബാക്കിയുള്ള മെട്രോസിനെ കാണുമ്പോൾ ഇവിടുത്തെ വളരെ അഡ്വാൻസ് സിസ്റ്റമാണ്. ഇത് തൃശ്ശൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ തൃശ്ശൂർ റെസിഡൻ്റാണ്. ടൈം സേവിങ്, പിന്നെ ഇത് വേണ്ടല്ലോ, ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ജനറലായിട്ട് ലാൻഡ്സ്കേപ്പും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗ്രീനറി, ഇത്ര ഗ്രീനറി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ മെട്രോയിലേക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര കൺവീനിയൻസ് ആണ്. ഞാൻ വേറൊരു കോഴ്സസും ചെയ്യുന്നത് കൊണ്ട് ഇപ്പം മെട്രോയിൽ വരുമ്പോൾ ഒരു ഭാഗത്തുള്ള ക്ഷീണങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല. ലൈക്ക് ബസ് ആകുമ്പോഴേക്കും വെയിലും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും മതിയാവും. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻസ് ആണ് മെട്രോ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ തൃപ്പൂണിത്തുറയും കൂടി വരുവാണല്ലോ, അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഇത് അടുത്തും കൂടി ആവും. പിന്നെ ഇവിടുത്തെ ലൈക്ക് നമുക്ക് കാർഡ്സ്, സ്റ്റുഡൻസ് കുറേ കാർഡ്സ് ഒക്കെ തരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ 495 റുപ്പീസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അതാണേലും ലൈക്ക് ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണ്. സോ എനിക്ക് പേഴ്സണലി നല്ല കൺവീനിയൻസ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങ് തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി അങ്ങനെയുള്ളവർക്ക് എറണാകുളത്തേക്ക് പോകാനായിട്ട് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് തന്നെ ആലുവ വരെ വളരെ വേഗത്തിൽ ഒരു ബ്ലോക്കും കൂടാതെ സഞ്ചരിക്കാനുള്ള സൗകര്യം മെട്രോയിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു ബ്ലോക്കും ഇല്ലാതെ എടപ്പുള്ളിയോ പാലാരിവട്ടോ കളമശ്ശേരിയോ എറണാകുളമോ MG റോഡോ സൗത്തോ ഇരുവേപ്പേട്ട എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു തടസ്സവുമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കുന്നുണ്ട്. 2017 ജൂണിൽ പ്രവർത്തനം ആരംഭിച്ച കൊച്ചി മെട്രോയ്ക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ പ്രവർത്തന ലാഭം നേടാനും സാധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5.35 കോടി രൂപയാണ് പ്രവർത്തന ലാഭം. കഴിഞ്ഞ വർഷം 142.2 കോടിയായിരുന്നു വരുമാനമെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ അത് 200.98 കോടിയായി ഉയർന്നിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുൾപ്പെടെ തൊഴിലവസരങ്ങളൊരുക്കി സാമൂഹിക രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു കൊച്ചി മെട്രോ. രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്കിലൂടെ കാക്കനാട് വരെ 11.8 കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചി മെട്രോ സഞ്ചരിക്കും. ആകാശപാതയിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചി മെട്രോ ലോകോത്തര ഗതാഗത സംവിധാനങ്ങളുള്ള നഗരമാക്കി കൊച്ചിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പ്രിയ കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം PRD പ്രോഗ്രാം പ്രൊഡ്യൂസർ @gmail.com. നന്ദി, നമസ്കാരം.